ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഒരു കൊച്ചു വീട്ടിലാണ് അമ്മൂമ്മ താമസിച്ചിരുന്നത്. ഒരു ദിവസം അമ്മൂമ്മയുടെ കട്ടിലിൽ മുഴുവൻ മൂട്ട നിറഞ്ഞു. മൂട്ട ശല്യം കാരണം പൊറുതുമുട്ടിയ അമ്മൂമ്മ കട്ടിലെടുത്ത് പുഴയിൽ കൊണ്ടു ചെന്നിട്ടു. മൂട്ടയെല്ലാം വെള്ളം കുടിച്ച് ചത്തു. പക്ഷേ പെട്ടെന്ന് പുഴയിലെ വെള്ളത്തിന് ചുവന്ന നിറമായി. അപ്പോഴാണ് ഒരു കാള വെള്ളം കുടിക്കാനായി പുഴക്കരയിലെത്തിയത്. പുഴവെള്ളത്തിന്റെ ചോപ്പ് കണ്ട കാള ചോദിച്ചു, പുഴയെ, ഇന്നെന്താ ഇങ്ങനെ കലങ്ങി ചുവന്നിരിക്കുന്നത്? മൂട്ട ചത്തു, പുഴ ചുവന്നു, അതാ കാളയുടെ കൊമ്പും വീണു. ഉടനെ കാളയുടെ 2 കൊമ്പും ഇളകി പുഴയിൽ വീണു. കാള പേടിച്ചോടി ഒരരയാൽ മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു. കാളെ, എന്തു പറ്റി? അരയാൽ ചോദിച്ചു. അറിഞ്ഞോ, ഇനിയിപ്പോൾ നിന്റെ ഇല മുഴുവൻ പൊഴിയും. അരയാൽ ഉടനെ മൊട്ടത്തലയനായി. അരയാൽ കൊമ്പത്ത് ഒരു കാക്ക കൂടുകൂട്ടി താമസിച്ചിരുന്നു. ഇര തേടി വന്ന കാക്ക ഒറ്റ ഇലയുമില്ലാതെ നിൽക്കുന്ന അരയാലിനെ കണ്ട് ചോദിച്ചു, അരയാലെ, നിനക്ക് എന്തു പറ്റി? അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നിന്റെ ഒരു കണ്ണും പോകും. അത് കേട്ടപ്പോൾ കാക്ക ഒറ്റ കണ്ണനായി. അവൻ കാക്ക എന്ന് കരഞ്ഞുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാനായി ഒരു കുളക്കരയിൽ ചെന്നു. ആ കുളത്തിൽ ഒരലക്കുകാരൻ തുണികൾ അലക്കുന്നുണ്ടായിരുന്നു. ഒറ്റക്കണ്ണൻ കാക്കയോട് അലക്കുകാരൻ ചോദിച്ചു, കാക്കേ, ഒരു കണ്ണിന് എന്തു പറ്റി? കാക്ക പറഞ്ഞു, ഒന്നും അറിഞ്ഞില്ലേ അലക്കുകാരാ, നീ ഇപ്പോൾ മുടന്തനായിക്കൊള്ളു. ദേഷ്യവും സങ്കടവും കാരണം ഒരുവിധ തുണികളെല്ലാം വാരിക്കെട്ടി അലക്കുകാരൻ മുടന്തി പോയി. അയാളുടെ മുടന്ത് കണ്ടപ്പോൾ തെരുവിലെ ഒരു കച്ചവടക്കാരൻ ചോദിച്ചു, അലക്കുകാരാ, എന്താ ഇങ്ങനെ നടക്കുന്നത്? ഒന്നും പറയണ്ട, ഇനിയിപ്പോ നീ ഇപ്പോൾ ഒരു കിറുക്കനാവും. കടക്കാരൻ കിറുക്കു പിടിച്ച് ചിരിക്കാനും ശകാരിക്കാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ റാണിയുടെ ദാസി കൊട്ടാരത്തിലേക്ക് വിളക്കിനുള്ള തിരി വാങ്ങാനായി കടയിൽ ചെന്നു. ഇന്നെന്താ കടക്കാരാ, കിറുക്ക് പറ്റിയോ? കിറുക്ക് പറയണെന്താ? ഒന്നും പറയണ്ട, നീ ഇപ്പോൾ ഇനി വായാടിയാവും. ദാസി തിരിച്ചു കൊട്ടാരത്തിലെത്തി. അവൾ നിർത്താതെ വർത്തമാനം പറയുന്നത് കേട്ട് റാണി ചോദിച്ചു, ദാസി, ഇന്ന് എന്ത് പറ്റി? ഒന്നും പറയണ്ട, റാണി ഇനി നൃത്തക്കാരിയാവും. ഉടൻ റാണി തിത്തവും തകതേതവും എന്ന നൃത്തം ചെയ്യാൻ തുടങ്ങി. വിവരമറിഞ്ഞു വന്ന രാജാവ് ചോദിച്ചു, റാണി, എന്തേ പറ്റിയേ? ഒന്നും അറിഞ്ഞില്ലേ? മദ്ദളം കൊട്ടു. അത് കേട്ട ഉടനെ രാജാവ് മദ്ദളം എടുത്തു കൊണ്ടുവന്ന് ഡും ഡും എന്ന് കൊട്ടാൻ തുടങ്ങി. കൊട്ടാരത്തിലെ കൊട്ടും നൃത്തവും കണ്ട് ആളുകൾ ഓടിക്കൂടി. അവർ ചോദിച്ചു, തിരുമനസ്സേ, ഇന്നിതെന്ത് പറ്റി? ഒന്നും അറിഞ്ഞില്ലേ? ഇനി കുട്ടികളൊക്കെ കൈ കൊട്ടിക്കോളിൻ. ഉടനെ കുട്ടികളൊക്കെ കൈകൊട്ടി. അങ്ങനെ നൃത്തവും കൊട്ടും കൈകൊട്ടും കൊട്ടാരത്തിൽ വളരെ ആഘോഷമായി.